ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എൻ്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാരി തയ്യാറായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അവസാനിച്ചു, പക്ഷേ വിവാദങ്ങൾ തീർച്ചയായും അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ വിഷയം PR. വിനുവും അനുവും തമ്മിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചകളെക്കുറിച്ചാണ്. എന്നാൽ ഇതിനിടയിലും ഒരു കാര്യം വ്യക്തമാണ്. വിനു തന്റെ മാനം സംരക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്തതായി തോന്നുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് വെറും തെറ്റിദ്ധാരണയാണോ, അതോ ഏറ്റുമുട്ടലിന് പിന്നിൽ ആഴത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇരുവിഭാഗവും എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കി. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു, മനസ്സിലായി. കാരണം ഞാൻ അവിടെ അനുമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല, അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്നൊരാൾ, കാരണം 5 വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുമോളുടെ ചേച്ചി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ, എന്നോട് ചോദിക്കേണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്യുന്നത് അനുമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് വിനു എസ്കേപ്പ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 2 വ്യക്തികൾ PR. വിനുവും അനുമോളുമാണ്. അനുമോളുമായി അടുക്കുന്നവർ പിന്നീട് അകന്നുമാറുന്നതായും വിനുവും അനുമോളും തമ്മിൽ അകന്നുപോയതായും ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അനുവുമായി ബന്ധപ്പെട്ടതിനുശേഷം വിനുവിന് ധാരാളം നെഗറ്റീവ് ശ്രദ്ധ ലഭിക്കുന്നുണ്ടെന്ന് നിരവധി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തു. എന്റെ ജീവിതവും പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുക എന്നതാണ് എന്റെ ഇഷ്ടം എന്ന് വിനു പങ്കുവച്ചിട്ടുണ്ട്. തന്റെ നിലപാട് വ്യക്തമാക്കാനും വിവാദങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാനും ശ്രമിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രചരിക്കുന്ന പ്രധാന ചോദ്യം ചില ആക്രമണങ്ങളോ നെഗറ്റീവ് ചർച്ചകളോ ആസൂത്രണം ചെയ്തതായി കരുതപ്പെടുന്ന ഒരു പ്രത്യേക ചാറ്റ് ഗ്രൂപ്പിനെക്കുറിച്ചാണ്. ആരാധകർ ചോദിക്കുന്നു, ആരാണ് ആ ഗ്രൂപ്പ് സൃഷ്ടിച്ചത്? അഡ്മിന്മാർ ആരാണ്? അനുമോളിന്റെ സഹോദരിക്ക് ഇതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? സ്ഥിരീകരിച്ച വസ്തുതകൾ ഇവയാണ്. താൻ വ്യക്തിപരമായി ഒരു തെറ്റിലും ഏർപ്പെട്ടിട്ടില്ലെന്നും താൻ കൈകാര്യം ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് ചില വിഷാംശം ഉള്ള അംഗങ്ങളെ താൻ നീക്കം ചെയ്തിട്ടുണ്ടെന്നും വിനു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആ അംഗങ്ങൾ ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അനുമോളുടെ സഹോദരിയാണ് ആ ഗ്രൂപ്പിന്റെ അനുമോളുടെ സഹോദരിയുമായി ബന്ധമുള്ള ഒരു ഗ്രൂപ്പിൽ അത്തരം വ്യക്തികളെ ചേർക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോളിന്റെ സഹോദരി അത് വ്യക്തമാക്കണമെന്ന് ആരാധകർ വാദിക്കുന്നു. സത്യം തീർച്ചയായും പുറത്തുവരും. ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാരി തയ്യാറായിരുന്നില്ല. വിനുവിനെക്കുറിച്ച് അനു പറഞ്ഞു, വിനു എനിക്ക് നൽകിയ പിന്തുണ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പുറത്തിറങ്ങിയ ശേഷം പലരും അവനെ വിശ്വസിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. വിനു കാരണം എനിക്ക് നെഗറ്റീവ് ശ്രദ്ധ ലഭിച്ചു എന്ന് പറഞ്ഞു. അവൻ അനാവശ്യമായ അഭിമുഖങ്ങൾ നൽകിയെന്നും അവർ പറഞ്ഞു. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്?